വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. അപ്പോൾ അറിയാമല്ലോ, പിണറായി മന്ത്രിസഭയുടെ 100ാം ദിവസം അവരങ്ങോട്ട് ആഘോഷിക്കുന്നില്ല. പകരം അവർ അന്ന് പണിമുടക്കാണ് ആഘോഷിക്കുന്നത്. അതിനാൽ LDF ഗവൺമെന്റിന്റെ 100ാം ദിനം ആഘോഷിക്കുന്നത് പ്രതിപക്ഷമാണ്. ഗവൺമെന്റ് 100 വർഷം പൂർത്തിയാവുകയാണ്, 100 ദിവസം പൂർത്തിയാവുകയാണ്. രമേശ് ചെന്നിത്തലയുടെ കരിനാക്കെങ്ങാൻ സത്യമായി ഭവിച്ചാൽ എന്താകും കേരളം എന്നാലോചിച്ചിട്ടുണ്ടോ? മധുര മനോഹര മനോജ്ഞ മലയാളമായി മാറും ഇത്. സോവിയറ്റ് യൂണിയനിൽ പോലും കമ്മ്യൂണിസ്റ്റ് ഭരണം 75 വർഷമേ നിലനിന്നിട്ടുള്ളൂ. ഇന്ന് ഈ ഗവൺമെന്റ് 100 വർഷം പൂർത്തിയാവുകയാണ്, 100 ദിവസം പൂർത്തിയാവുകയാണ്. 100 ദിവസം പൂർത്തിയായ ഒരു ഗവൺമെന്റിനെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല എന്നാണ് അച്യുതാനന്ദൻ പറഞ്ഞത്. അപ്പൊ അച്യുതാനന്ദന് പോലും ഈ സർക്കാരിനെ വിലയിരുത്താനുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിശ്വസിക്കാനാവുമോ എന്തോ? ഏതായാലും അച്യുതാനന്ദൻ പറഞ്ഞത് എന്താണ് എന്ന് ആ മുഖത്തു നിന്ന് തന്നെ കേൾക്കാമല്ലോ. ഒന്നും വിലയിരുത്താനായിട്ടില്ല. ഇത് 99ാം ദിവസം പറഞ്ഞതാണ്. 97ാം ദിവസം സഖാവ് സർക്കാരിനെ വിലയിരുത്തിയത് ഇതാ ഇങ്ങനെയായിരുന്നു. സഖാവേ, ഒരു നിമിഷം. ഈ സർക്കാരിന്റെ 100 ദിവസം തികയാണല്ലോ. ന്റെ പ്രതീക്ഷയ്ക്ക് ഉയർന്നിട്ടുണ്ടോ സർക്കാരിന്റെ പ്രകടനം? സർക്കാരിന്റെ 100 ദിവസം തികയാണല്ലോ സെപ്റ്റംബർ 1-ന്. പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയർന്നിട്ടുണ്ടോ സർക്കാരിന്റെ പ്രവർത്തനം? ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആകെ മൊത്തം ആ മട്ടും മാതിരിയുമെല്ലാം കാണുമ്പോൾ അച്യുതാനന്ദൻ സഖാവിന് പിണറായി മന്ത്രിസഭയെ അങ്ങോട്ട് രുചിച്ച മട്ടില്ല. ഇനി മറ്റു സഖാക്കളുടെ കാര്യം എന്താണോ എന്തോ. CPIയുടെ സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞില്ല, എന്തിനു പോകട്ടെ. LDF കൺവീനർ പോലും ഒരു സ്റ്റേറ്റ്മെന്റ് ഈ സർക്കാർ നല്ലതാണെന്ന് പറഞ്ഞിറക്കിയില്ല. വിലയിരുത്താൻ സമയമായില്ലെന്ന് അച്യുതാനന്ദൻ സഖാവ് പറഞ്ഞാൽ പിന്നെ കാനം സഖാവ് വിലയിരുത്തുമെന്ന് കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഏതായാലും ശരി, 100ാം ദിനം പ്രമാണിച്ച് തലസ്ഥാനത്തെത്തുന്നവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഒരു ടൂറിസ്റ്റ് ഗൈഡുണ്ട്. ഇത് സെക്രട്ടേറിയറ്റ് അല്ല, ഇത് സെക്രട്ടേറിയറ്റിന്റെ ഒരു പ്രേതമാണ്. യഥാർത്ഥ സെക്രട്ടേറിയറ്റ് AKG സെന്ററിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അവിടെയാണ്. ഇവിടെ ഒരു തീരുമാനവും ഇല്ല. ഇതൊക്കെ നോക്കുകുത്തിയായി. ഈ സെക്രട്ടേറിയറ്റ് നോക്കുകുത്തിയാണ്, ഒരു കാര്യവും നടക്കുന്നില്ല ഇവിടെ. സർക്കാരിന്റെ 100ാം ദിനം ആഘോഷിക്കാൻ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ധർണയിലാണ് ഈ ടൂറിസ്റ്റ് ഗൈഡ് അവതരിച്ചത്. ഈ സൂചന സത്യാഗ്രഹം തീർച്ചയായും സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കാൻ ആകില്ല എന്ന് എനിക്കറിയാം. കാരണം ഇവർ കണ്ണ് തുറക്കാത്തൊരു സർക്കാരാണ്. പുറത്ത് വേലുത്തമ്പിയും അകത്ത് പിണറായി വിജയനും രണ്ട് പ്രതിമകളാണ് ഇരിക്കുന്നത്. ഒന്നും ചെയ്യാത്ത 2 പ്രതിമകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായി പ്രതിമ കണ്ണു തുറക്കില്ലെങ്കിലും സംസാരിക്കും, വേണ്ടപ്പോൾ മാത്രം. ഇന്ന് രാവിലെ റേഡിയോ വെച്ചപ്പം നമ്മള് കേട്ടത് പിണറായിക്ക് ഈ ബാത്താണ്. സാധാരണ മോഡിയുടെ മൻ കി ബാത്ത് കേട്ട ആളുകൾ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതേ പാതയിലൂടെ തന്നെ പിണറായി വിജയന്റെ മൻ കി ബാത്ത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിണറായി മോഡിയെ അനുകരിക്കുകയാണ് എല്ലാ കാര്യത്തിലും. അതാണ് ഈ റേഡിയോ പ്രഭാഷണത്തിന്റെ കാര്യത്തിലും നമ്മൾ കണ്ടത്. അതിലിത്തിരി അതിശയോക്തിയില്ലേ എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. റേഡിയോ പ്രഭാഷണം ആദ്യമായി ചെയ്യുന്നത് പ്രധാനമന്ത്രി മോദിയല്ലല്ലോ. ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരും റേഡിയോവും ടെലിവിഷനുമെല്ലാം ജനങ്ങളുമായി ബന്ധപ്പെടാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ കണ്ടുപിടുത്തവും മോദിയുടെ കണക്കിലെഴുതല്ലേ. LDF സർക്കാരിൻ്റെ 100 ദിവസം അറിഞ്ഞാഘോഷിക്കുന്നത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ്. MSF കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് ആഘോഷിച്ചത് ഓർമ്മയില്ലേ? ഇനി അതേ സ്ഥലത്ത്
ABVP ആഘോഷിക്കുന്നത് കാണാം. കഴിഞ്ഞ വർഷം നടത്തിയ സമരം, അന്ന് നടത്തിയ SFIയുടെയും മറ്റ് സംഘടനകളുടെയും നേതാക്കന്മാർ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് എല്ലാ നഗര കേന്ദ്രങ്ങളിലും നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. അതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് എല്ലാ സ്കൂളുകളിലും പുസ്തകങ്ങളെല്ലാം കിട്ടി. ABVP വെറുതെ സമരം നടത്തിയ അത് ABVP ശൈലി. ഈ MSFകാരും ABVPക്കാരും എല്ലാം ഇങ്ങനെയാണ് പോലീസിനെ നേരിടുക. ഓടേണ്ടി വന്നാൽ അവരെ ഓടും. എന്നാൽ KSU അങ്ങനെയല്ല. പിന്നെയോ ഇങ്ങനെയാണ്. കാലനക്കാൻ വയ്യ സാറേ എന്ന് KSU നേതാവ് പറഞ്ഞപ്പോൾ പിന്നെ അതും വെച്ചാണ് നീ ഓടിയത് എന്നായിരുന്നു പോലീസുകാരൻ്റെ ചോദ്യം. എന്നിട്ട് ഇതാ ഇങ്ങനെ പുഷ്പം പോലെ അങ്ങ് കൈകാര്യം ചെയ്തു. കൊല്ലുന്നെങ്കിലും കൂടി കൈക്ക് പിന്നെ അടിയിട്ട് പരിക്കൊല്ലിയെടുക്കുക.
നമ്മൾ ഡോറെടുക്കും, നമ്മൾ കന്നാലികളൊന്നല്ല. എങ്ങനെ ഡോറെടുക്കും? ചാക്കും കെട്ട അതിന്റെ അകത്ത് ചാക്കും കെട്ട് അല്ല, ഇതാണല്ലോ സമരം, ഇതാണല്ലോ രീതി. ഇതാണ് സമരത്തിന്റെ രീതി എന്ന് പഴയൊരു KSU പ്രസിഡന്റ് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പൊളിമിക്സ് ഇത് കൈവിടുകയാണ്. എന്നിട്ടൊരു ഇടവേളയിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞു വന്നാൽ വിജയിപ്പിക്കാനുള്ളൊരു സമരത്തെക്കുറിച്ച് ആലോചിക്കാം. അതായത് LDF സർക്കാരിൻ്റെ 100ാം ദിവസം എല്ലാവർക്കും വീട്ടിലിരുന്ന് വീട്ടുകാരോടൊപ്പം ആഘോഷിക്കാനായി കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ സന്ദർഭമൊരുക്കി തരികയാണ്. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ബന്ദ് പോലെ ആയിരിക്കണം. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, പെട്ടെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ സമരമല്ലേ. അതുകൊണ്ട് ഇരുചക്ര വാഹനങ്ങളടക്കം അന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു അപേക്ഷ ഞങ്ങൾക്കുണ്ട്. പാല് വിതരണം, പത്രം, ആശുപത്രി, എയർപോർട്ട് ഇത്രയും അനുവദിക്കുന്നു. എയർപോർട്ടൊന്ന് വെറുതെ കള്ളം എഴുതി വെച്ചുകൊണ്ടൊന്നും അതൊന്നുമില്ല. എയർപോർട്ടിൽ പോകാൻ വേണ്ടി വെറുതെ പിന്നെ ഇങ്ങനെ സമരക്കാരെ പറ്റിക്കുന്നതിന് വേണ്ടി എയർപോർട്ടൊന്നും ഒരു DGP എടുത്തിട്ട് കള്ളം എഴുതിക്കൊണ്ടൊന്നും അങ്ങനെ അതൊന്നുമില്ല. ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതല്ല. ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പിന്നെ കാര്യം ആണ്. അപ്പം ഇതിൽ ഇരുചക്ര വാഹനങ്ങൾ വന്ന് സഹകരിക്കണമെന്ന് ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി തന്നെ അപേക്ഷിക്കുകയാണ്. പ്രവർത്തിപ്പിക്കാവുന്നതും മുടക്കേണ്ടതും ഏതെല്ലാമാണെന്ന് ഇപ്പോഴേ അറിഞ്ഞു വെച്ചോളൂ. പിന്നെ കഷ്ടത്തിലായി എന്ന് പറയരുത്. ക്ലിയർ ആക്കാം കേട്ടോ. പത്രങ്ങൾ വരേണ്ടതാണ്. പത്ര സ്ഥാപനങ്ങൾ, പത്രപ്രവർത്തകർ, മാധ്യമ പ്രവർത്തനം തന്നെ പറയാം. പ്രിന്റ് ആൻഡ് വിഷ്വൽ മീഡിയ. 2 പാൽ വിതരണം, 3 ആശുപത്രി, 4 വിവാഹം, 5 എയർപോർട്ടിൽ സത്യസന്ധമായ എയർപോർട്ടിൽ പോണവർ, മരണം, സത്യസന്ധമായിട്ടുള്ള മരണം. ഇത് ഒരു വർഷക്കാലം മുമ്പ് പ്രഖ്യാപിച്ചുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു രാവിലെ വൈകുന്നേരം വരെ സഹകരിച്ചാലേ പറ്റുള്ളൂ. എല്ലാതരം മരണവും ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് തന്നെയാണ് നല്ലത്. പൊടുന്നനെ അങ്ങ് കുഴഞ്ഞു വീണതാണെങ്കിലും ആശുപത്രിയിലേക്കുള്ള വഴിയിൽ ആരെങ്കിലും വണ്ടി തടഞ്ഞാൽ സത്യസന്ധമായി ഹൃദയാഘാതം വന്നതാണ് എന്ന് തെളിയിക്കേണ്ടി വരും. പിന്നെ കാത്തുകിടന്നുണ്ടായ മരണമാണെങ്കിൽ ഒരു ദിവസം കൂടി അങ്ങ് നീണ്ടു കിടക്കാവുന്നതല്ലേ ഉള്ളൂ. മുഴുവൻ സമയം നീണ്ടു നിൽക്കുന്ന തൊഴിലാളികൾ പങ്കെടുക്കുന്ന കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ഒരു സമര ഭക്ഷണം അവിടെ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും, മാധ്യമ സുഹൃത്തുക്കൾക്കും അതിൽ പങ്കാളികളാകാവുന്നതാണ്. ഉച്ചയ്ക്ക് ഞങ്ങളൊരു സമര ഭക്ഷണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ തൊഴിലാളികളും ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നതായിരിക്കും. മാധ്യമ തൊഴിലാളികൾ പണിമുടക്ക് വാർത്ത കൊടുത്തുകൊണ്ട് സമരം വിജയിപ്പിച്ചാൽ പട്ടിണിയില്ലാതെ കഴിക്കാം. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് കഴിക്കാൻ കപ്പയും, ഇപ്പൊ തന്നെ പറഞ്ഞ കപ്പയും നല്ല എരിയുള്ള ചമ്മന്തി ഉച്ചയ്ക്ക് 10,000-2000 പേർക്ക് തയ്യാറാക്കുന്നത്. കപ്പയുടെ വില കൂടി, എന്നാലും നമ്മൾ തയ്യാറാക്കുക. പണി മുടക്കണോ പണിയെടുക്കണോ എന്ന ആശയക്കുഴപ്പത്തിൽപ്പെട്ടതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഒരു സങ്കടഹരജി കേൾക്കാനുണ്ട്. ബാറിലെ കോഴയിൽ കറങ്ങിത്തിരികയായിരുന്ന നമ്മുടെ മാണി സാറിന് കടിച്ചു വലിക്കാൻ ഒരു കേസ് കൂടി കിട്ടിയിട്ടുണ്ട്. കോഴി കേസ്. കോഴി കച്ചവടക്കാർക്ക് നികുതി വെട്ടിക്കാൻ ചൂട്ട് പിടിച്ചു കൊടുത്തെന്നോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിജിലൻസ് കേസ്. അതിൻ്റെ പ്രാഥമിക വാദം തുടങ്ങുകയാണ്. ഇന്നലെ വൈകിട്ട് എന്നെ പോലീസ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തു. ഇന്നലെ വൈകിട്ട് കേസിനെ സംബന്ധിച്ച് ഞാനുണ്ടായ സത്യങ്ങളെല്ലാം, സത്യസ്ഥിതിയെല്ലാം ഞാൻ വിശദീകരിച്ചു. ഇന്നലെ വൈകിട്ട് 24 മണിക്കൂറിനകം ഞാൻ കാണുന്നത് ഇവിടെ വന്ന് എന്റെ പേര് കേസെടുത്തിരിക്കുന്നു, FIR എടുത്തിരിക്കുന്നു. ഇതെന്തൊരു നാടകമാണെന്ന് എനിക്കറിഞ്ഞുകൂടെ. വാദിയെ പ്രതിയാക്കുന്ന രീതിയിലാണ്. അഴിമതി പൊതുജനങ്ങൾക്ക് അനുഭവപ്പെടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നികുതി വെട്ടിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, നികുതി അടയ്ക്കാൻ നമ്മൾ പറഞ്ഞു,
നമ്മൾ പെനൽറ്റി അടിച്ചു, നമ്മൾ നികുതി അടപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, അയാൾ കോടതികളിൽ കേസിന് പോയി, നമ്മൾ ആ കേസിനൊക്കെ ഉത്തരം പറഞ്ഞു, ഓരോന്നിനും അപ്പീൽ കൊടുത്ത് നമ്മൾ ഗവൺമെന്റ് താല്പര്യം സംരക്ഷിച്ച ഒരു ഗവൺമെന്റാണ്. അങ്ങനെ താല്പര്യം സംരക്ഷിച്ച എന്നെ പ്രതിയാക്കിക്കൊണ്ട് ഇപ്പൊ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വാദി പ്രതിയാകുന്നതിന് തുല്യമാണ്. ഇത് വൈരാഗ്യമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, വിജിലൻസിന്റെ ഡയറക്ടറായ ജെയ്ക്കബ് തോമസ് എന്നോട് വരാൻ വൈരാഗ്യമുണ്ട്. പിന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല, മുന്നോട്ട് നോക്കിയുള്ള ഒരു വിജിലൻസിന്റെ ഒരു പ്രവർത്തനമായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ വൈരാഗ്യം തീർക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ, ഗവൺമെന്റിന് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ, 50 വർഷത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള എന്നെ പോലുള്ളൊരു വ്യക്തിക്കെതിരെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ എഫ്ഐആർ എടുക്കാവും? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പുറകോട്ട് നോക്കി ഓടിക്കില്ല, മുന്നോട്ട് നോക്കി തന്നെയായിരിക്കും വണ്ടി ഓടിക്കുക. എനിക്കതിന് ഭയമൊന്നുമില്ല, ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. പക്ഷെ ഇത് തോന്നിയാസമല്ലേ? ജെയ്ക്കബ് തോമസിനോട് വിരോധമാണ്. എന്താ വിരോധം? എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്ന ചില കാര്യങ്ങൾ. അയാൾ മൈനർ പോർട്സിലെ ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിൽ അയാൾ അഴിമതി നടത്തി എന്ന് പറഞ്ഞ് തിരിമറി നടത്തി എന്ന് ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ഫിനാൻസിലേക്ക് വന്നു. ആ ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിന്റെ റിപ്പോർട്ട് ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ എന്റെ അടുത്ത് വന്നു. അപ്പൊ നമ്മളൊരു ഫയൽ വരുമ്പം എന്തിനാ നിങ്ങളിങ്ങനെ കേസെടുത്തെന്നല്ല ചോദിക്കുന്നത്, നിങ്ങളെന്തിനാ കേസെടുത്തെന്നുള്ളതല്ല. ഞാനത് ഇയാളെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാൾ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫയൽ വന്നപ്പോൾ ഞാൻ ഓൾറെഡി അന്വേഷിച്ചു. വിജിലൻസിന് ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്യുകയാണ്, എന്നോട് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ് ചെന്ന് പരിശോധന നടത്തിയതും ഇയാൾക്കെതിരെ കേസെടുത്തതുമെല്ലാം എന്റെ അറിവോടുകൂടി ഞാൻ പറഞ്ഞു വിട്ടത് കൊണ്ടാണ് എന്നൊരു ധാരണ ഈ ജെയ്ക്കബ് തോമസിനുണ്ടായി. സാധാരണ നടന്നു പോകുമ്പോൾ ഒരു കൊതുക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവത്തില്ലേ? അത് കൊതുകിനെ തട്ടിമാറ്റിയല്ലേ കൊതുകിനെ അടിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്നില്ല നല്ലത്. അതൊക്കെ കൊതുക് കടി പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന് എന്നെ ഇട്ട് ടീസ് ചെയ്യാം, ഞാൻ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയല്ല, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ധിക്കാരം പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാണട്ടെ. ഫൗൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ യെല്ലോ കാർഡ് കാണിക്കുക. എന്ത് കാണട്ടെ? അയാളെ ഇപ്പൊ ഒരുപക്ഷെ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇനിയിപ്പോ തുടങ്ങാൻ പോകുന്നത്. അടുത്ത കുറെ ദിവസങ്ങൾക്കുള്ളിൽ എന്നെ ആക്ഷേപിക്കുന്ന നിരവധി നടപടികൾ ഉണ്ടാവും. യെല്ലോ കാർഡ് കാണിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലാണ് സാധാരണ അറിയാമല്ലോ ഈ റെഡ് കാർഡ് കാണിക്കുക എന്നുള്ളത്. ഞാൻ അതുകൊണ്ടൊന്നും ഭയപ്പെടുന്നില്ല. ഞാനൊരു ഉദ്യോഗസ്ഥനെ ഭയപ്പെട്ടിട്ടൊന്നും നീ ജീവിക്കാൻ ഒക്കില്ല. പക്ഷെ ഇത് ഗവൺമെന്റ് മനസ്സിലാക്കിക്കൊള്ളണം. എന്നോട് വിരോധമുള്ള ഒരു മേധാവി, വിജിലൻസ് മേധാവി, അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാർ എനിക്കെതിരെ കേസെടുക്കുന്നു. ആ കേസെടുക്കുന്നത് മേലുദ്യോഗസ്ഥനായ വിജിലൻസ് ഡയറക്ടർ അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ നിർവാഹമില്ല. ഞാൻ വിജിലൻസിന്റെ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ ഇരിക്കുമ്പോൾ ഈ ഇനിയുള്ള മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ നല്ലൊരു ക്യാപ്റ്റനായിരിക്കുക, നല്ലൊരു സ്ട്രൈക്കറായിരിക്കുക, നല്ലൊരു ഗോൾ കീപ്പറായിരിക്കുക എന്നൊക്കെയുള്ളതായിരിക്കും ഞാൻ ശ്രദ്ധിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറുടെ പ്രത്യേകമായ നിർദ്ദേശം അനുസരിച്ച് കരുതിക്കൂട്ടി എന്നെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി, വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ഇതിനെ എന്ത് വില കൊടുത്തും ഞാനിതിനെ ചെറുക്കും, യാതൊരു സംശയവുമില്ല. സത്യം ആത്യന്തികമായി വിജയിക്കും. ക്രിയേറ്റീവ് വിജിലൻസ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അഴിമതി ഇല്ലാത്ത ഒരു ഭരണം കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അല്ലാതെ ഇവിടെ വിജിലൻസ് ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല ജനങ്ങളുടെ ആഗ്രഹം. തീ ഉളർത്തേ പുക വരൂ. 50 വർഷക്കാലത്തെ സംശുദ്ധവും സുതാര്യവുമായ രാഷ്ട്രീയ ജീവിതമുള്ള എന്നെ ഒരു കള്ളക്കേസിൽ കൊടുക്കാമെന്നാണോ ജെയ്ക്കബ് തോമസ് വിചാരിച്ചിരിക്കുന്നത്? അതൊന്നും ഇവിടെ വിലപ്പോവില്ല. അതുകൊണ്ട് ഇത് ഗവൺമെന്റ് കാണട്ടെ, ഇവിടെ ഒരു ഗവൺമെന്റ് കാണട്ടെ, മറ്റു ഉദ്യോഗസ്ഥര് മേലുദ്യോഗസ്ഥർ കാണട്ടെ. പക്ഷേ മേലുദ്യോഗസ്ഥൻ ഇങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ ആര് ചോദിക്കാനാ? ഇങ്ങനെയൊക്കെയാണെങ്കിൽ ബാക്കി ഭാഗം പൊളിമിക്സ് തന്നെ വാദിക്കാം. എന്നാൽ പിന്നെ ജേക്കബ് തോമസിനെതിരെ ഒരു കേസ് കൊടുത്തൂടെ മാണിസാരെ? ഒരു സ്വകാര്യ അന്യായം അങ്ങ് ഫയൽ ചെയ്താൽ പോരെ? ഞാനിപ്പോൾ ജേക്കബ് തോമസിനെതിരെ കേസുമായിട്ട് പോകണം. എനിക്ക് ആക്ഷേപമല്ലേ? ജേക്കബ് തോമസിനെതിരെ ഞാൻ കേസുമായിട്ട് പോവുക? ആക്ഷേപം. അങ്ങനെ എനിക്ക് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് എന്നെ അങ്ങോട്ട് വേട്ടയാടാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ എന്നെ വേട്ടയാടാൻ പോവുകയാണ് ഒരു ഉദ്യോഗസ്ഥൻ, തീക്കൊയ്ക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ, ചില ആളുകളുടെ ബന്ധുവായ ഒരു ഉദ്യോഗസ്ഥൻ, ചില ദുരാലോചനകൾ നടത്തിക്കൊണ്ട് എനിക്കെതിരെയുള്ള നടപടികളുമായിട്ടാണ് പോവുക.
തത്തയല്ല, കൂട്ടിലടക്കപ്പെട്ട തത്തയല്ല ഞാനെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാ. പക്ഷേ ഇതിലൊന്നും കുലുക്കുന്നവനല്ല കെ.എം. മാണി. മാണി കുലുങ്ങില്ല എന്നറിയാം. അറിയാത്തത് വേറെ ചില കാര്യങ്ങളാണ്. തീക്കോയിക്കാരനായ ഉദ്യോഗസ്ഥൻ, ചില ആളുകളുടെ ബന്ധുവായ ഉദ്യോഗസ്ഥൻ എന്നീ വിശേഷണങ്ങളാണ് മനസ്സിലാവാത്തത്. പൂഞ്ഞാറുകാരനായ PC ജോർജിന്റെ ബന്ധുവായതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ ഗൂഢാലോചന നടത്തി കേസെടുത്തു എന്നാണോ പറഞ്ഞു വരുന്നത്? അതൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. അത് എന്തെങ്കിലും ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇതിന്റെ പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. ആ ദുരൂഹത എന്തെന്ന് കണ്ടു നിങ്ങൾ അന്വേഷിച്ചു. എപ്പോഴും ഈ കൂടാലോചന എന്നൊരു വാക്ക് ഉപയോഗിക്കേണ്ട. ഇത് ഞാൻ സത്യത്തിന് വേണ്ടി നിലകൊണ്ട് എന്നെ പ്രതിയാക്കി കേസെടുക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്, എന്തോ ദുരുദ്ദേശമുണ്ട്. എന്നാൽ പിന്നെ LDF എന്തെങ്കിലും ദുരുദ്ദേശം കാണുമായിരിക്കും. UDF ഇട്ടിട്ട് ഇത്ര ദിവസമായിട്ടും LDFിലേക്ക് ചെല്ലാത്തതിനാൽ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാനുള്ള തന്ത്രമായിരിക്കും. അല്ലാതെ പിന്നെ ഒരു സർക്കാർ അറിയാതെ ഇങ്ങനെയെല്ലാം നടക്കുമോ? എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഞാനിപ്പം ഈ സർക്കാർ മന്ത്രി അങ്ങനെയൊന്നും പറയുന്നില്ല. ഏതായാലും ഈ ഡയറക്ടർക്ക് എന്നോട് വിരോധമുണ്ട്. ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഡയറക്ടർക്ക് എന്നോട് വിരോധമുണ്ട്. അദ്ദേഹത്തിന് 7 ഉദ്യോഗസ്ഥനാണ് ചെയ്തിരിക്കുന്നത്, FIR എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആരായിരിക്കും ഇതിന് പിന്നിലെ ഗൂഢാലോചനക്കാർ? ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോ അതിലേക്ക് കിടക്കണ്ട, അതിലേക്കൊന്നും കിടക്കണ്ട. ഗൂഢാലോചന എന്നുള്ള ഗൂഢ എന്നൊക്കെ കളഞ്ഞാൽ എപ്പോഴും പറയുന്നൊരു വാക്കാ. എന്നാ പറയുന്നത്, ഒരു വേറെ വാക്ക് പറഞ്ഞു. ഒരിക്കലൊരു ഗൂഢാലോചന ആരോപിച്ചത് കൊണ്ടാണല്ലോ മാണി സാർ UDFിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ടി വന്നത്. അതോടുകൂടി അദ്ദേഹത്തിന് ആ വാക്ക് കേൾക്കുന്നത് തന്നെ പേടിയായി തുടങ്ങി. ഇനി ഏതായാലും ഇവിടെ നിൽക്കുന്നില്ല. ഇന്നത്തേക്ക് പൊളിമിക്സ് നിർത്തുകയാണ്. ഗൂഢാലോചനയിലും ദുരാലോചനയിലും എന്നും പെട്ടില്ലെങ്കിൽ നാളെ കാണാം. നന്ദി, നമസ്കാരം.